യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് സിന്ധ്യാത്ര. ഞാൻ വിഴിഞ്ഞത്തു നിന്ന് വരുന്നു. എൻ്റെ 11ാമത്തെ ധ്യാനമാണിത്. കഴിഞ്ഞ ഡിസംബറിൽ സഹോദരൻ്റെ മോനാണ് ബൈക്കിൽ വന്നതിൽ ആക്സിഡൻ്റായി. ഒരു കണ്ണിൻ്റെ ഭാഗമൊക്കെ പൊട്ടി, അവിടുത്തെ എല്ല് പൊട്ടി, മൂക്കിൻ്റെ എല്ലൊക്കെ പൊട്ടി. അവൻ ഒരു 15 ദിവസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ രക്തക്കണ്ണിൽ ജപമാല പറഞ്ഞ് ഇവൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പം, സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് എല്ല് പൊട്ടിയതിൻ്റെ പേരിൽ ആ തലച്ചോറും ഈ ഭാഗമൊക്കെ ബ്ലഡ് നരമ്പിൽ കൂടെ കട്ടിപ്പിടിച്ച് കിടക്കുന്നു. അത് വീണ്ടും വേറെ അസുഖത്തിൽ കൊണ്ടാക്കും. അപ്പം ഒന്ന് ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങളൊന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. സാലിമ ചേച്ചിയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. ചേച്ചി പറഞ്ഞ് പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ നല്ല പനി കൂടുതലായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ട്രിപ്പൊക്കെ ഇട്ടിട്ടും പനി മാറുന്നില്ല. വീണ്ടും മെഡിക്കൽ കോളേജിലാക്കി. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവന് നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വിറയലും പനിയും. അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി രോഗികൾ കിടക്കുന്നു. എനിക്ക് പറ്റുന്നില്ല, ഞാൻ അവിടെ നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ രക്തക്കണ്ണിൽ ജപമാല എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ സെക്കൻഡ്, ഈ നിമിഷം തന്നെ ഈ മകൻ്റെ ഈ പനി മാറി, ഇവൻ്റെ എല്ലാ രോഗവും മാറി. ഞാൻ ഇപ്പം തന്നെ വീട്ടിൽ പോകണം. 11 മണിയായി, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ആ സമയം അവൻ്റെ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ആരോടും ഒന്നും പറഞ്ഞില്ല, ഡോക്ടറോടും പറഞ്ഞില്ല. ഒരു സിസ്റ്ററെ വിളിച്ച് ആ ട്രിപ്പ് ഊരി അപ്പം തന്നെ അവനെയും കൊണ്ട് വീട്ടിൽ പോന്നു. ഇനി ഈ നിമിഷം വരെ അവന് അസുഖവുമില്ല, പനിയുമില്ല, ഒന്നുമില്ല. അവൻ്റെ അസുഖം എല്ലാം പൂർണ്ണമായിട്ടും അവിടുന്ന് ആ മാതാവ് മാറ്റിത്തന്നതിനോർത്ത് നന്ദി സ്തുതിയും പറയുന്നു. പിന്നെ വീണ്ടും എൻ്റെ ഒരു മൂത്ത സഹോദരൻ്റെ മകൻ, അവൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അവനും ജനുവരിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അവൻ്റെ നട്ടെല്ലിൽ കൂടെ ഒരു ലോറി കയറി ഇറങ്ങി. നട്ടെല്ല് പൊട്ടിപ്പോയി, കൈയിൻ്റെ എല്ലൊക്കെ പൊട്ടി, ഇവിടെ എല്ല് പൊട്ടി. അപ്പോഴും ഞാൻ സാലിമ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ്, ചേട്ടൻ്റെ മോന് ഇത്തിരി സീരിയസ് ആയിരിക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചേച്ചി അപ്പോൾ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അവനും പൂർണ്ണമായിട്ടും ഇപ്പോൾ എണീറ്റ് നടക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്നു. വീണ്ടും ഒരു ആക്സിഡൻറ്റ് കേസ് തന്നെയാണ്. ഒരു ഫാമിലി മുഴുവനും മോളുടെ ഒരു കൂട്ടുകാരിയാണ്. വന്ന വഴിക്ക് ഒരു കാറിടിച്ച് അവർക്ക് ഫുള്ളും എല്ല് പൊട്ടി, ഇവിടുത്തെ എത്ര എല്ലും പൊട്ടി. ആ കുട്ടി ഐസിയുലാണ്, നിംസ് ഹോസ്പിറ്റലാണ്. ഒരു 4 ലക്ഷം രൂപ വരെ ചിലവായി. പക്ഷെ കുട്ടിക്ക് ബോധമൊന്നുമില്ല. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, ഈ കൂട്ടായ്മയിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം. എന്തായാലും ഞാൻ സാലിമ ചേച്ചി വിളിച്ച് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ്, വീണ്ടും ഒരു കുട്ടിക്ക് നല്ല സീരിയസ് ആയിരിക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും രക്തക്കണ്ണിൽ ജപമാല പഠിക്കുമ്പോൾ ആ കുട്ടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ചേച്ചി പറഞ്ഞ്, ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നല്ല സുഖം കിട്ടും, ഇത്രയും സുഖത്തിൻ്റെ ദൈവം അതും കൂടെ സൗഖ്യപ്പെടുത്തി തരും. പിറ്റേന്ന് ചോദിച്ചപ്പോൾ ആഴ്ചയിൽ കിടന്ന കൊച്ച് വെള്ളം ചോദിച്ചു. വെള്ളം കൊടുത്ത് ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഫിക്സ് വന്നെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ചേച്ചിയെ വിളിച്ചു. ചേച്ചി അപ്പോഴും പ്രാർത്ഥിച്ചു പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ആ കുട്ടിയെ പിറ്റേന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ് ഫിക്സ് മാറി. ആ കുട്ടി ഭക്ഷണം ചോദിച്ചു, ആ ഫുഡ് കഴിച്ച് പിന്നെ വാർഡിലേക്ക് മാറ്റി. ഇപ്പം യാതൊരു കുഴപ്പമില്ല. ഇത്രയും വലിയ അനുഗ്രഹം ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച മാരകമായ രോഗത്തിന് ഏറ്റവും പറ്റിയ പ്രാർത്ഥനയാണ് എന്ത്? മാതാവിൻ്റെ രക്തക്കണിമാല. ഈ അപകടങ്ങളിലെല്ലാം അമ്മയുടെ രക്തക്കണിമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ 2-3 വലിയ അപകടത്തിൽ നിന്നും വലിയ സൗഖ്യം ലഭിച്ച ഈ മകന്റെ നെറ്റി കണ്ടോ പൊട്ടിയിരിക്കണേ, അതൊക്കെ സൗഖ്യമായി. നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച്. പ്രൈസ് ദി ലോർഡ്.